കിന്നാരം പറഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, ഉടമണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരനായി, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരനായി. കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. ചിരിയുടെ സംഗമവേദിയായ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഗസ്റ്റ് ആരാണെന്ന് അറിയാവോ? കസബ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആ സിനിമയിൽ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇർഷാദ്, ഷാഹീൻ, സാഷ. അപ്പൊ നമുക്ക് കസബയുടെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ, അപ്പൊ പറയൂ കസബയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, വിശേഷങ്ങൾ. നിതിൻ രഞ്ജി പണിക്കരാണല്ലോ അതിന്റെ സംവിധായകൻ. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സംവിധായകനെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാരാണ് ഈ നിതിൻ എന്ന് പറയുന്നത്? രഞ്ജി പണിക്കരുടെ മകനെന്ന്. അപ്പൊ അവൻ ചില്ലറക്കാരനായിരിക്കില്ല എന്ന് ഓവർ പ്രതീക്ഷയുണ്ട് ആളുകൾ. എനിക്ക് തോന്നുന്നുട്ടാ, മമ്മൂക്ക ഇന്നേ വരെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും മമ്മൂക്ക. പക്ഷെ ഇന്നേ വരെ മമ്മൂക്ക ചെയ്യാത്തൊരു പോലീസ് വേഷമായിരിക്കും. എങ്ങനെ പറയാം, ഭയങ്കര റഫാണെന്ന് വെച്ചാൽ അതാണ്, എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് വെച്ചാൽ അതെ അതുമാണ്. എന്നൊരു ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലീസ് അതുകൊണ്ട് ഇപ്പൊ നന്ദി വീണ്ടും വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറൊക്കെ ചെയ്തിട്ടില്ല. അതല്ല, ഇത് ഭയങ്കര ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഭയങ്കര മിക്സ്ഡ് ആണ്, എല്ലാം ചേർന്നിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അല്ലേ? അങ്ങനല്ലേ പറയാ? എന്തേലും പറ. എനിക്ക് തോന്നിയ കാര്യം, ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര ഹൈപ്പാണ്. ഇപ്പൊ ടീസർ ഇറങ്ങിയത് റെക്കോർഡ് മറ്റേ വ്യൂവർഷിപ്പ് കിട്ടി. ടീച്ചർ എനിക്ക് തോന്നുന്നു ടീച്ചറ് ഒരു രാത്രി കൊണ്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് ഉണ്ടാക്കിയ ടീച്ചറാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് 3 ലക്ഷം ഒക്കെ കടന്നടാ, ഇത് ഭയങ്കര സംഭവമാണ്. ഷാഹിന്റെ ക്യാരക്ടർ, എന്റെ ക്യാരക്ടർ സിനിമയിൽ എന്റെ ഫാദറിന്റെ മകനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. സിദ്ദീഖിയുടെ മകനായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ. ഞാൻ എന്താ ഇങ്ങനെ നോക്കണമെന്നറിയോ? എനിക്കറിയില്ല. ഞങ്ങൾ 3 പേരും ആ സിനിമയിൽ ഉണ്ടെന്നല്ലാതെ ഞങ്ങൾ ആരും പരസ്പരം കണ്ടിട്ടുമില്ല. ഇറ്റ്സ് എ ബിഗ് മൂവി. അപ്പൊ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് ഉള്ള കാണുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇത് മലയാളത്തിന്റെ ഏറ്റവും ശക്തനായ നടൻ സിദ്ദിഖിയുടെ മകനാണ്
ഷാഹിൻ. ഇനി പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ വാപ്സിൻ്റെ മകനായിട്ടാണ്. പക്ഷെ എനിക്ക് വാപ്സിയായിട്ട് സീൻസ് ഇല്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം പത്തേമാരി ആയിരുന്നു. പത്തേമാരി മമ്മൂക്കയുടെ മകനായിട്ട് അഭിനയിച്ചത്. പക്ഷെ എനിക്ക് മമ്മൂക്കായിട്ട് സീൻ ചെയ്യാൻ സാധിച്ചില്ല. ഈ സിനിമയിൽ എനിക്ക് സാധിച്ചു. ഐ ഗോട്ട് വൺ സീൻ വിത്ത് മമ്മൂക്ക വിച്ച് ഐ ഫൈൻഡ് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പോൾ മമ്മൂക്കയുടെ സീൻ ഉണ്ട്. ശരിക്കും മമ്മൂക്ക എൻ്റെ ഫാദറിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓഫീസറാണ്, പോലീസ് ഓഫീസറാണ്. സോ മൈ ഫാദർ ഇസ് ഓൾസോ പോലീസ് ഓഫീസർ, ഹൈ ഒഫീഷ്യൽ ടു മമ്മൂക്ക. അപ്പോൾ പക്ഷേ രാജൻ സക്രിയ കറിയാച്ചൻ എനിക്ക് എൻ്റെ ഒരു മെൻറ്റോർ പോലെയാണ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെല്ലാം കറിയാച്ചനാണ്. അപ്പോൾ കറിയാച്ചൻ്റെ വളരെ വളരെ അടുപ്പമുള്ള ഒരു ആളായിട്ടാണ് ഞാൻ സിനിമയിലുള്ളത്. മലയാള സിനിമ കണ്ട ഏറ്റവും വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് സിദ്ദിഖ. അപ്പൊ സിദ്ദിഖയുടെ മകനാണ് താങ്കൾ. അപ്പൊ താങ്കൾ സിനിമയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഓരോ വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ? ഏറ്റവും നാച്ചുറലായിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം വെച്ച് ഇപ്പോൾ എനിക്ക് എൻ്റെ വാപ്പച്ചിയോളം എത്തണം എന്നോ അങ്ങനെ ഒന്നുമില്ല. മലയാള സിനിമയിൽ മലയാളി ഓഡിയൻസിന് എന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. അത്രയും സിമ്പിൾ ഫാക്റ്റിൽ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇൻഷാല്ലാ നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഷയുടെ 4ാമത്തെ ചിത്രം കണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത്? അപ്പൊ ഇതിലെ റോൾ എന്താണ്? ഇതില് സമ്പത്ത് സാറിന്റെ വൈഫായിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അതെ അതെ. കൂടുതൽ പെർഫോമൻസ് പറയാൻ പറ്റില്ല. ദ റീസൺ ബിക്കോസ് ഐ എം ടോർച്ചേർഡ്, ഒരു സഫറിംഗ് വൈഫാണ്. ഓക്കെ. ഈ പെരുന്നാളിന് ഇറങ്ങുന്ന 3 സിനിമകളിൽ പോലീസായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 3 സിനിമകളിൽ പോലീസ്. എന്തുകൊണ്ടാണ് ഈ പോലീസ് വേഷങ്ങൾ അന്വേഷിച്ച് വരുന്നത്? പിന്നെ അത് ശരി. ഞാൻ ഭയങ്കര ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാനൊരു ത്രൂ ഔട്ട് പോലീസ് വേഷം ആദ്യം ചെയ്യുന്നത്. അന്നേ അത് അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ മറ്റേ ജിത്തുവിൻ്റെ വൈഫ് ലിൻഡ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇർഷാന് നന്നായിട്ട് പോലീസ് വേഷം ചേരുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര അബദ്ധമായിട്ട് അതിലിപ്പം എല്ലാ ക്യാരക്ടറും ഞാൻ പെരുന്നാളിനിറങ്ങുന്ന 3 സിനിമ. അപ്പോൾ അനുരാഗ് കരിക്കിൻ വെള്ളം, ഷാജഹാനും പരിക്കുട്ടി, കസബ, ഈ 3ലും പോലീസ് വേഷമാണ്. ഒന്ന് SP ആണ്, ഒന്ന് CA, ഒന്ന് SI, എല്ലാം അവസാനം ചെന്നെത്തുന്ന പോലീസ് യൂണിഫോമിൽ ഇറങ്ങുന്നത്. അതിനുശേഷം നിങ്ങൾ അത് ചോദിക്കും. അല്ല ഇനി ചെയ്യാൻ പോകുന്ന ഇനി ചെയ്യാനല്ല, ഇനി വരാനുള്ള ജിത്തു ജോസഫിന്റെ ഊഴത്തിൽ SP ആണ്. ഡോക്ടർ ബിജുവിന്റെ കാർഡ് ബുക്കിൽ നിന്ന് നേരുന്നുണ്ട്, അതിൽ CA ആണ്. എല്ലാം ഇനി റിട്ടയർമെന്റ് എടുക്കണം. ഞാനത് കാരണം താടി മുടി വളർത്താൻ പോവാ. ഇനി കുറച്ച് പോലീസ് ചെയ്യണ്ടല്ലോ. അങ്ങനല്ല കേട്ടോ, നല്ല പോലീസ് വന്നാൽ ചെയ്യാം. പക്ഷെ കുറച്ച് ഈ കാക്കിടുമ്പോ ഒരു ഇടയ്ക്കൊരു ചേഞ്ച് വേണം. നമുക്ക് തന്നെ ഒരു ബോറടിക്കൽ തോന്നുന്നു. പിന്നെ അത് മാറ്റി പിടിക്കാലോ എന്നാലോചിക്കുന്നു. കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ കലാകാരന്മാർ നിങ്ങൾക്ക് കുറച്ച് രസക്കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗസ്റ്റ് സിറ്റി പോയിരുന്ന അതൊക്കെ കണ്ടാലോ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. SIമാന്റെ അടുത്തേക്ക് ചെല്ലടാ. എന്താ കേസ്? കൈവിട്ട് വണ്ടി ഓടിച്ചു. ഓ, കൈവിട്ട കളിയാ? കൈവിട്ട കളിയാ. എന്നിട്ട് വണ്ടി എവിടെ? വണ്ടി മരത്തിലടിച്ച് വീണോ? തകർന്നു പോയി. ഇപ്പൊ സർക്കസ് എങ്ങാനും പൊക്കി കൊണ്ടുവന്നാണോ? സർക്കസുകാരൊന്നല്ല, പക്ഷെ സർക്കസ് കാണിക്കുമാണോ? പക്ഷെ ഞാനത് കണ്ടില്ലല്ലോ. കൈയൊക്കെ വിട്ട് വണ്ടി ഓടിക്കുമ്പോ നമ്മൾ വളരെയൊക്കെ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ആളുകളൊക്കെ പോണല്ലേ. ഏതായാലും നേരത്തെ എനിക്ക് കാണാൻ പറ്റില്ല. മോനങ്ങളുടെ എന്താ പേര്? ആ, സച്ചിൻ. നിന്നെ ഞാനിപ്പോ 100 അടുപ്പിച്ചു തരാം. പൾസർ. ആ, പൾസർ. ഇപ്പൊ തൽക്കാലം നീയാണ് പൾസർ. ആ, നിന്നോ വാ മോനെ. നീയാണോ ഇവനാണോ കൈവിട്ട് ഓടിയത്? കേറ്, കേറടാ. ഹാൻഡിൽ വെച്ച് കൊടുക്കും മോനെ, ഹാൻഡിൽ വെച്ച് കൊടുത്ത്. ആ, ഹാൻഡിലേക്ക് പിടിച്ചു, ചവിട്ട്. കിക്കറടി. ആ, കിക്കറടി. ഒന്നൂടെ. ആ, ഒന്നൂടെ. ആ, പോട്ടെ. വണ്ടി പോട്ടെ. വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പോട്ടടാ, റൗണ്ട് അടിച്ച് വാ. ഇങ്ങനെ വാങ്ങട്. വണ്ടി ഇങ്ങോട്ട് വാടാ. കൈവിടടാ, കൈവിട്, കൈവിടടാ, കൈവിട്. ആ, മൊബൈൽ ഫോൺ എടുത്ത് കൈ ചവിട്ടിൽ വെക്കടാ. നിന്നെ പോലത്തെ തോന്നിയാസം കാണിക്കുന്ന ആളുകളെ ഇങ്ങനെ വിട്ടോ. എടപ്പള്ളി, കലൂര്, തമ്മനം എല്ലാ സ്ഥലത്തും കറങ്ങി മഹാരാജാസ് കോളേജിന്റെ മുമ്പിലൂടെ ഇതുപോലെ തന്നെ പോയി വൈകുന്നേരം വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കണം. മനസ്സിലായോ? കൈവിടടാ. അല്ല, നമ്മളോടാ കളി അല്ലേ? പിന്നെ അല്ല, ഭാര്യക്ക് വൈകുന്നേരം ആകുമ്പോ 8000 ഉറുപ്പ്യ കുടുംബശ്രീയിലേക്ക് അടയ്ക്കാനുള്ളതാണ്. ആ പൈസ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണ്ടാക്കണം. അടച്ചില്ലാന്ന്. അതിനുള്ള കളക്ഷൻ ഒപ്പിക്കണം. ആരെങ്കിലും ഒക്കെ കിട്ടാണ്ടിരിക്കില്ല. എന്തൊക്കെയാ സുഖല്ലേ? ആണോ?
ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? വീട്ടിലാണ് സാറേ. അയ്യോ വീട്ടിലാണ്. വീട് എവിടെയാണ്? വീട് എവിടെയാ? വീട് കൊറേ പോണം. കുറേ അങ്ങ് പോണല്ലേ? കൊറേ പോണം. അതെന്താ സ്ഥലത്തിന് പേരൊന്നുമില്ലേ? അത് ഇവിടെ ഒരു ഗുദാമിലാണ്. അതെവിടെ? ആ കാണുന്ന എന്താ നിങ്ങക്ക്? എന്താണ് ആ കാണുന്ന എന്റെ വീടാ. അത് ശരി, അതാണ് നിന്റെ വീട്. ഗുദാം അതാണ് അല്ലേ? ആ വീട്ടുപേരാണ് ഗുദാം. അപ്പൊ അവിടെ പോയ ബുക്കും പേപ്പർ എടുക്കാലോ? അല്ല അത് കുട്ടികളുണ്ടേ. ഏത് കുട്ടികള്? കുട്ടിയൊക്കെയല്ലേ ബുക്കും ഇതിന്റെ ഒക്കെ ആവശ്യം. സ്കൂളിലേക്ക് കൊണ്ടുപോകണം ബുക്കിന്റെ പേപ്പറിന്റെ കാര്യമല്ല പറഞ്ഞത്. വണ്ടിയിലെ ബുക്കും പേപ്പറോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? 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 ഞാൻ നോക്കിയിട്ടില്ല. നാണം കെട്ടില്ലപ്പോ ഉണ്ടാവില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് ചോദിക്കാം. ഇതൊക്കെ ചോദിക്കാൻ ഞങ്ങളാണോ പോലീസ്, നീയാണോ പോലീസ്? എടാ പോലീസുകാരോട് അങ്ങനെ ചോദ്യം ചോദിക്കാനൊന്നും പാടില്ല, മനസ്സിലായോ? അല്ല പൈസ ഒന്നും തന്ന് സോപ്പിടാൻ നോക്കണ്ട. പൈസ അല്ല, ഇവിടെ ചൊറിഞ്ഞാണ്. അയ്യോ ഞാൻ ചെയ്യണടാ. ഒരു കാര്യം ചെയ്യും, അവൻ ഇങ്ങോട്ട് ചോദിച്ച ഓരോ ചോദ്യത്തിനും 100 രൂപ വീതം ഒരു 600 രൂപ എഴുതി സാർ. എന്തെങ്കിലും ഒരു 600 രൂപ വേണം. പോലീസുകാർ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പ്രശ്നമാകും മോനെ. അല്ല ഇത്രയും വേണോ? എത്ര വേണ്ട? ഇതെന്നാ എന്താ ഓഫർ എന്താ ഉണ്ടാവോ? ഓണത്തിന് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, വഴി വെച്ചാ ഓണത്തിന്റെ ഓഫർ വെക്കണേ. അകത്തുണ്ടെങ്കിൽ ഉള്ളതും കൊടുത്തിട്ട് പോടാ. സാറേ ആ ഒരു കാര്യം ചെയ്യാം. ആ ഇതിപ്പോ ഒരു 400 റുപ്യ ഉണ്ട്. ഒരു 200 റുപ്യന്റെ മത്തി ഉണ്ട്. ഇത് മൊത്തം 600 ആക്കിയാലോ? മുറിക്കാൻ അറിയോ? നന്നാക്കാൻ അറിയോ? നന്നാക്കാൻ അറിയോ? എന്നാ അവിടെ വാങ്ങിയേക്ക്. എന്താണ് സാറേ, പാവങ്ങളെങ്ങനെ പിഴിയരുത് കേട്ടോ. നിങ്ങള് പോലീസുകാരെ വെച്ചിട്ട് പാവങ്ങളെങ്ങനെ ആക്കല്ലേ? നിങ്ങള് പാവങ്ങളെങ്ങനെ ആക്കല്ലേ? കൊറേ പൈസ കൊണ്ടേറ്റ് പോലീസുകാർ തിന്നോളി. നിങ്ങള് തിന്നോളി. ദൈവമേ, ഇടി ഒന്ന് മാറിയിട്ട് ഇവിടെ പാമ്പഴഞ്ഞ് അങ്ങോട്ട് മാറ് മാറ് ഓക്കെ. പോയ പോക്കോക്കിയല്ലേ സാറേ, നമ്മളെ അറിയിക്കാതെ ഈ മുഖ്യമന്ത്രി ഇത് എങ്ങ് പോവാ? മുഖ്യമന്ത്രി അല്ലടോ, മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണത്തിനുള്ള തക്കാളി കൊണ്ടുപോവാ. തക്കാളി ഇത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇപ്പൊ ഭയങ്കരല്ലേ? ആരെങ്കിലും ഒക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ വണ്ടിയിൽ നിന്ന് 2 തക്കാളി ആടിയാൽ ഞാൻ ഓടിച്ചെന്ന് എടുത്താൽ. ഒരു പൂക്കളം വരുന്നുണ്ട്. പൂക്കളോ? ഇതെന്നാടാ നിന്റെ തലയിൽ ചാമുണ്ടിശ്ശേരി ക്ഷേത്രോ? കക്കൂസ് കഴുകണ ബ്രഷും തലയിൽ വെച്ചോണ്ട് വന്നേക്കുവാ പ്രാന്തൻ. എന്തല്ല സുഖം തന്നെ? വണ്ടിക്ക് പേപ്പറൊക്കെ ഉണ്ടോ? ലൈസൻസ് ഉണ്ടോ? നോക്കുന്നോ? പോലീസുകാരെ മുഖത്ത് നോക്കിയിട്ട് എന്നെ വായിന്നിട്ട് അയാളെ പേടിപ്പിക്കണോ വെറുതെ? എടാ ബുക്കുണ്ടോ? ഇല്ല. ബുക്കില്ലേ? ബുക്കില്ല. എന്തൊരു സന്തോഷത്തിലോ പറയുന്നു. ഇൻഷൂറോ? ഇല്ല. ഇല്ല. അതുമില്ല. ഇൻഷൂർ ചെയ്തിട്ടില്ല. ഇൻഷൂർ ചെയ്തിട്ടില്ല. ഇല്ല. ടാക്സിന്റെ പേപ്പർ ഉണ്ടോ? ടാക്സ് ഉണ്ടോന്ന്? ഇല്ല. പുക പരിശോധിച്ചിട്ടുണ്ടോ? സാറേ, നിങ്ങൾ ഈ പറയുന്ന ഒരു സംഭവം എന്റെ വണ്ടിക്കില്ല. ഒന്നുമില്ല. ഇപ്പം ഭയങ്കര ലോട്ടറി കിട്ടിയ സന്തോഷത്തിലാ പറയുന്നത്. ഒന്നും എന്റെ വണ്ടിക്കില്ല. അത് എഴുതിച്ചോ? കംപ്ലീറ്റ് എഴുതിച്ചോ? പിന്നെ മോനെ ഇത് മാത്രം എന്തിനാ കൊണ്ടുകൊടുക്കുന്നത്? അല്ല, ഇതിന്റെ ഒരു കാര്യമുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാലേ ഈ പോലീസുകാർ ഇതൊന്നും ചോദിക്കൂല. പൊതുവായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഹെൽമെറ്റ് കണ്ടു കഴിഞ്ഞാൽ വേറൊരു പേപ്പറും ചോദിക്കൂല. അത് ഞങ്ങളെടുത്ത് നടക്കൂല. കാര്യം ചെയ്യും, എല്ലാം കൂടി ഉണ്ട് എഴുതി കൊടുത്തു. ഓരോന്നോരോന്ന് എഴുതാണ്ടേ, എല്ലാം കൂടി മൊത്തം എഴുതിയിട്ട് എത്ര പൈസ ഉണ്ടാവും പറ. അതല്ല നല്ലേ? ഇപ്പൊ ഏതായാലും കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു 8000 രൂപ എഴുതിക്കോട്ടെ. അതാണല്ലോ എനിക്ക് വേണ്ടത്. ബാങ്കിൽ അടിക്കാനുള്ളതാണല്ലോ കേട്ടോ. ഒരു 8000 രൂപയാവും. 8000 രൂപ ആവും? അയ്യോ, ഇതിപ്പം അല്ല, ഞാൻ എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയൊരു പ്രശ്നത്തിലാണ്. അപ്പൊ ഞാൻ ഹർബൻ ബാങ്കിൽ നിന്ന് ഒരു 50,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് പാസ്സായി. പക്ഷെ ചെക്കാണ് കിട്ടിയത്. ഓ, ചെക്കാണ്. അതാണ് വിഷയം. 2 ആഴ്ച കഴിഞ്ഞാൽ ചെക്ക് മാറാൻ പറ്റൂ. അപ്പൊ സാറൊന്ന് വിചാരിച്ചാൽ ഒന്ന് റോൾ ചെയ്യാൻ പറ്റൂ ഒരു 8000 ഇപ്പൊ? ഞാൻ സാർ വിചാരിച്ചാൽ നടക്കും. എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് പ്ലീസ്. ഞാൻ നോക്കാം, ശ്രമിക്കാം. സാറിച്ച് ചൂടണം. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു. അല്ല, 2 ആഴ്ചത്തെ വിഷയം മാത്രമേ ഉള്ളൂ. ചെക്ക് മാറിയ ഉടനെ ഞാൻ ഈ 8000 ഒന്ന് പറഞ്ഞു. സാറ് ചൂടനാണല്ലേ? സാറേ, അതെ, അവന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അവൻ ബാങ്കിൽ ലോൺ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവന്റെ പൈസ വേണം. പൈസ വേണമല്ലോ. സാർ എവിടെ നിന്ന് ഒരു 8000 രൂപ മറിച്ച് അവന് കൊടുക്കാവോ എന്ന് ചോദിക്കുക. ഞാനോ? ഇവനോ? നമ്മളിപ്പോ 8000 അവന് കൊടുത്താൽ ആ 8000 അവൻ നമുക്ക് തരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിൽ ലോൺ കിട്ടുമ്പോ 2 ആഴ്ച അതും തരും. ക്ലിയർ ആവും. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അടക്കണ്ടേ? പൈസ അടക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, മോനെ കൊടുവാ. നിന്റെ പരിചയത്തിൽ പലിശക്ക് കടം കൊടുക്കണ ആരെങ്കിലും ഉണ്ടോ? അത് ഞാൻ ശരിയായി തരാം. ഉണ്ടോ? പക്ഷെ വേറെ പ്രശ്നമുണ്ട്. പലിശ കറക്റ്റ് അടിക്കണം. അങ്ങനെയാണെന്ന് ഞാൻ വാങ്ങി തരാം. ഇല്ലെങ്കിൽ പോലീസുകാരാണെന്ന് നോക്കല, കണ്ണ അടിച്ചാൽ പിടിച്ചാണ്.
കിട്ടും എന്നുള്ള ഉറപ്പാണോ? ഞാനൊക്കെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ 100 റുപ്യ പെറ്റി പിടിച്ചോ. പൈസ ഇല്ലാത്ത പോലീസുകാർ. നമ്മളെ കയ്യിൽ നിന്ന് ഓന് പൈസ കൊടുക്കേണ്ട കാര്യം ഉണ്ടോ? ഓൻ ഇങ്ങോട്ടല്ലേ തരണ്ടേ? അതൊന്നും തരാണല്ലോ സാർ. ഇത് എവിടുത്തും മണ്ടനാ. ഷേ ആ ഇതേ ഒരുത്തം വരുന്നുണ്ടല്ലോ. നിക്കണ വണ്ടി എടുക്കണ പൈസ. ലൈസൻസ് എന്ന് പറയാൻ വന്നാ. നമസ്കാരം. ലൈസൻസ് ഉണ്ടോ? എന്താ പേര്? സോമൻ സർ. ഏ സോമന സർ. അപ്പൊ ഞാനാരാണ്? ഞാനല്ലേ സാർ? ആ സോമൻ സാർ. അപ്പൊ ഇവനാരാണ്? ഞാൻ സോമന സർ. ശരി, പേര് സോമൻ. Yes, sir. എന്ത് ചെയ്യുന്നു? സിംഗർ. വിനയ് ഫോർട്ട് കേൾക്കണ്ട, നല്ല സൗണ്ടാണല്ലോ. ഒരു പാട്ടുകാരനാണല്ലേ? സിംഗർ സിംഗർ. ഇപ്പൊ എങ്ങോട്ടാ ഇത്ര തിടുക്കപ്പെടുത്ത് പോണത്? സർ ഇനോഗ്രേഷൻ, ഷോപ്പിന് ഇനോഗ്രേഷൻ. എവിടെയാണ്? സർ ഇവിടെ തൊട്ട് കവല. സംഭവമൊക്കെ ശരിയാണ്. ഹെൽമെറ്റ് ഇടാതെ പോകാൻ പറ്റില്ല. ഹെൽമെറ്റ് ഇല്ല സർ. ഹെൽമെറ്റ് ഇടൂല എന്നുള്ള അത്ര വലിയ വാശി? ഹെൽമെറ്റ് ഇല്ല സർ. പോട്ടെ സർ. ആ, നമ്മളോട് പറയൂ ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല. സർ സർ ഹെൽമെറ്റ് ഇടാ. ഹെൽമെറ്റ് ഇല്ല സർ. സർ ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് ഇടാ. ഹെൽമെറ്റ് ഇടാണ്ട് ഒരു പ്രശ്നമില്ല. ശരി, നിന്നെക്കാളും വലിയ ആൾക്കാരെ കൊണ്ട് ഹെൽമെറ്റ് നിർബന്ധമാണ്. ഹെൽമെറ്റ് ഇല്ല സർ. ഹെൽമെറ്റ് ഇല്ല സർ. സർ സർ കണ്ണട സർ. കണ്ണാടി ഊരിക്കോ, കണ്ണാടി ഊരിക്കോ. ഇതാണ് ഹെൽമെറ്റ്. നിന്നെയല്ല, നിന്നെക്കാളും വലിയവരെ കൊണ്ട് ഹെൽമെറ്റ് ഇടിയിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെയാണ് നീ. അല്ല, ഇപ്പൊ എന്താ കുഴപ്പമുണ്ടോ നോക്കി അവന് ഹെൽമെറ്റ് ഇട്ടപ്പോ? എങ്ങനെയുണ്ട് ഇപ്പോ? കഴിഞ്ഞു. ഇനി ഇത് ഊരി തരണം. ആ, ഊരി കൊടുക്കാം. ഹെൽമെറ്റ് ഇടിയാന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. അതാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തത്. സർ എനിക്ക് വാശിയല്ല സർ. വാശിയല്ല സർ. എനിക്ക് വാശിയായിട്ടില്ല സർ. വാശിയില്ലല്ലോ. വാശിയില്ല. തീർന്നല്ലോ. പക്ഷെ എന്റെ തലക്ക് പറ്റിയ പാകത്തിലുള്ള ഹെൽമെറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല സർ. ഇനി ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല സർ. എനിക്ക് ഊരാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഹെൽമെറ്റ് കിട്ടണം. പ്രശ്നം ചവിട്ടിപ്പാ തരൂ. എന്റെ ഹെൽമെറ്റ് അടങ്ങി നിൽക്കേ. അത് ശരി. ഊരാൻ കഴിയില്ല സർ. ഊരാൻ കഴിയില്ല സർ. ഊരാൻ കഴിയില്ല സർ. ഊരാൻ കഴിയില്ല സർ. കഴിയില്ല. ജീവോ സർ. കഴിയില്ല സർ. ഊരാൻ കഴിയില്ല സർ. കഴിയില്ല സർ. ഊരാൻ കഴിയില്ല സർ. അതെ, ഊരാൻ കഴിയില്ല സർ. ഞാനൂരു. അങ്ങനെയല്ല, എന്താ പ്രശ്നം ഉണ്ടായ നൈസായിട്ട് ഞാനൂരു. ഒരു കാര്യം ചെയ്, ആരെങ്കിലും കിട്ടുമോ നോക്കി. വർഷപ്പുകാരനെ കിട്ടുമെന്ന് നോക്കാം. നോക്കിട്ട് വാ സർ. ഊരാൻ കഴിയില്ല. ഇപ്പൊ വരൂ. ഏത് നേരത്താണോ പോലീസ് ആവാൻ തോന്നി? സർ ഊരാൻ കഴിയില്ല സർ. നീയാ പട്ടാളായാ മതി. എന്നാ അവനെ തീവ്രവാദിയാന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലേ. ഇപ്പം കുഴപ്പമില്ല. സാറേ വന്നു. സാറേ ഇവൻ എന്ത് ചെയ്താ വരത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് ആ മേടിച്ച 400 രൂപ മീനും തിരിച്ചു തരാന്ന് പറഞ്ഞപ്പോ വന്നാ. അതെ, ഹെൽമെറ്റ് മാറ്റി അങ്ങോട്ട് വെക്കടോ. എന്താ പ്രശ്നം? എന്താണ് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാണ്. ഇതിപ്പോ ഊരിയില്ലെങ്കിൽ ആകെ വിഷയാവും. അതാണ് ഹെൽമെറ്റ് ഊരാൻ പാടില്ല. ഇതാണ് പ്രശ്നം. ഇനോഗ്രേഷൻ. ഇത് ഭയങ്കര സിമ്പിൾ ആണ് സാർ. ഇത് ഞാൻ ഊരിത്തരാം. അല്ല, നിങ്ങളെ തലയിലാണോ എന്റെ തലയിലാണോ? സാർ ഇങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട. കണ്ണോട്ട് അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരുന്നാ മതി. ഞങ്ങളെന്താ സഹായം വേണോ? ഞങ്ങളുടെ സഹായം വേണോ? വേണ്ടിയല്ല, ഒരു ആംബുലൻസ് വിളിച്ചു. പിന്നെ ശവം അടക്കാനുള്ള 2-3 അത് വലിച്ചൂരട്ടേ. ഇത് വിട്ടാലേ ഹെൽമെറ്റ് കിട്ടിയോ? സന്തോഷായി സാറേ. സർ ത്രോട്ട് പ്രശ്നമായി. പാടാൻ പറ്റില്ല. വോയിസ് പോയല്ലോ. ജീവൻ കിട്ടിയില്ലോ. പിന്നെ പാടാൻ പറ്റാത്ത കൂളിംഗ് ഗ്ലാസ്. മീനും കൊണ്ടോ? മീൻ അവന്റെ ആണോ? മീൻ നിന്റെ. സന്തോഷായി. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എത്തിക്കണം. അല്ല, ഞങ്ങൾ ജീവൻ രക്ഷിച്ചല്ലോ. അല്ല, എത്രയാ ഇയാളെ? പുള്ളിക്ക് 8000 രൂപ. ഒന്ന് തള്ളി തന്ന് നമ്മൾ 8000 രൂപ അവന് കൊടുക്കണം. പിന്നെ മീനും കൊടുത്തു, പിന്നെ 400 രൂപ വേറെയും കൊടുത്തു. എന്റെ ഒരു കുപ്പി. പൈസ എത്തിക്കണം കേട്ടോ. അത് എത്തിക്കാം. അതല്ലേ വീട്. അതെ, മറക്കരുത്. ഇല്ല, ഞാൻ വരും. വല്ലാത്തൊരു തലവേദന. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. എന്റെ ഹെൽമെറ്റ് കിട്ടിയില്ലടോ. ഹെൽമെറ്റ് കിട്ടി. അല്ല ഞാൻ അവന്റെ 8000 കൊടുക്കാൻ കാര്യത്തിൽ തീരുമാനമായില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ കൂടെ വാങ്ങി കൊടുക്കണ്ടേ. അപ്പൊ ഇവനോട് ഒരു 10,000 രൂപ മേടിച്ചു തരാമോ? 10,000 ഒക്കെ ഞാൻ വാങ്ങി തരാം. കറക്റ്റ് പലിശ അടച്ചോണം. ഇല്ലെങ്കിൽ ഞാൻ അടച്ചോളാം. അടയ്ക്കൂലേ? ആ എന്നാ ഞാൻ
വാങ്ങിട്ട് വാ വാങ്ങിട്ട് വാ കേട്ടോ. പോലീസുകാർ പൈസ അതൊരു സമാധാനമായി. അങ്ങനെ അതാണ് അല്ല തീർന്നില്ല. സാറേ, മുഖ്യമന്ത്രി വരുമ്പോ നമുക്ക് പോകണ്ടേ? മുഖ്യമന്ത്രി വരുമ്പോ നീ പോയാ മതി. ഇന്നത്തോടു കൂടി SI പണി ഞാൻ രാജിവെച്ചു. SI പണി രാജിവെച്ചു. എനിക്ക് സമ്മതമല്ല, ഇത് കൊള്ളാലോ. പറ്റില്ല. അപ്പൊ ഞാൻ SI എടാ നിക്കടാ അവിടെ. അപ്പം സിനിമയിലേക്ക് എങ്ങനെയാണ് വരവ്? ഫസ്റ്റ് മൂവി തമിഴും കണ്ടല്ലായിരുന്നു? അതെ അതെ അതെ, അത് ഓഡിഷന്റെ ത്രൂ ആണ് കിട്ടിയത്. ശരിക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് പോയത്. ആ കുട്ടിക്കായിരുന്നു ഓഡിഷൻ, ആൻഡ് ബട്ട് ഐ ഗോട്ട് സെലക്ടഡ്. ക്യാരക്ടർ വെച്ചിട്ട് അവർ എന്നെ സെലക്ട് ചെയ്തതായിരുന്നു. ഒരു ചമ്പയുടെ ഒരു വില്ലേജ് ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തത്. ശരിക്കും പൊള്ളാച്ചി വെച്ചിട്ടായിരുന്നു ഷൂട്ട്. ശരിക്കും പ്രൊഫഷൻ വേറെ അല്ലേ? അതെ അതെ, ഡെന്റിസ്റ്റ് ആണ്. ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അത് സാക്ഷ അത്യാവശ്യം നന്നായി പാട്ട് പാടുന്നുള്ളത് അല്ലേ? നമ്മൾ ഭയങ്കര സീരിയസ് നോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരു പാട്ട്. അപ്പൊ പാട്ട് പാടി നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തേക്കാം. तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से कहाँ जाए हम तेरी बाहों में मर जाए हम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से कहाँ जाए हम तेरी बाहों में मर जाए हम देखा तो ये जाना सनम സാഷ അടിപൊളിയായിരുന്നു കേട്ടോ പാട്ട്. ഈ പാട്ട് കോളേജിൽ പാടിയിട്ടുണ്ടോ? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഗതി വന്നില്ലല്ലോ. ഭയങ്കര സുഖം. സംഗതി ഉണ്ട്. താങ്ക് യു താങ്ക് യു നന്നായിരുന്നു. താങ്ക് യു. വേണ്ട വേണ്ട വേണ്ട, ആരും എണീക്കണ്ട, ആരും എണീക്കണ്ട. എത്തിക്കണോട്ടോ, ഇരുന്നാ മതി. ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇന്നെ മനസ്സിലായില്ലാന്ന്? ഇല്ല. മനസ്സിലാവില്ല. എന്താ മനസ്സിലായി? നിങ്ങളെ പോലുള്ള സിനിമാക്കാരെ കൊണ്ട് ജീവിതം ഇല്ലാണ്ടായ ഒരാളാണ് ഞാൻ. ഞങ്ങള് സിനിമാക്കാർ നിങ്ങളോട് എന്താ ദ്രോഹം? നിങ്ങളെ സിനിമാക്കാര് വീട്ടിലിരുത്തിയ ആളാണ് ഞാൻ. അല്ലെ ഞാൻ വീട്ടിലിരിക്കില്ല. അല്ല വീട്ടിൽ റോട്ടിൽ വെറുതെ നടക്കും. എങ്ങനെ റോട്ടിൽ നടക്കും, വീട്ടിലിരിക്കില്ല. എന്താ എന്താ മനസ്സിലായില്ല, കാര്യം പറ. സിനിമയില് ഞാൻ ആരുമല്ല, പക്ഷെ ഞാനാണ് സിനിമ. ചേട്ടനാണ് സിനിമ എന്നോ? ഓക്കേ, ഇതാണ് സിനിമ. നിങ്ങളാ സിനിമ? അതല്ല, സിനിമ ഹിറ്റാവും, ഞാൻ ഹിറ്റാവില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലയാള സിനിമയില് നടന്മാരും നടിമാരും പോകുമ്പോ ബാക്കിൽ കൂടെ ഒരു സംഭവം പോകും, അത് ഞാനാണ്. ജൂനിയർ ആർട്ടിസ്റ്റ്. അതല്ല, ഇതില് മ്യൂസിക് ചെയ്ത സംഭവം ഇല്ലേ, നിങ്ങളെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എത്ര എത്ര സിനിമയ്ക്ക് ഞാൻ പണ്ടത്തെ സിനിമ മുതല്. അണച്ചേന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് സുഗമണി. സുഗമണി എന്ന് പറഞ്ഞ ഒരാളെ കേട്ടു. രാജാമണിയുടെ അനിയൻ ഇതൊക്കെ കൊറേ ചെണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ശിവമണി ഇല്ലേ, ഒരു പണിക്ക് പോകണ്ട എ ആർ റഹ്മാന്റെ കൂടെ വെറുതെ നടക്കുക. ഒരു വരുമാനമില്ല കുടുംബത്തിലേക്ക്. ആഴ്ചയിൽ 1.5 ലക്ഷം റുപ്യ അയക്കും. ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മലയാള സിനിമയിൽ ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ഞാൻ അത് കൊടുത്തിക്കണ്. അല്ല, ഏത് സിനിമക്കാണ് ആദ്യം പറയൂ? സേതുരാമയ്യർ CBI ആണ് എന്റെ ആദ്യത്തെ. എന്റെ കൊച്ചച്ഛനാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കിയത്. ഞാൻ എന്റെ കൊച്ചച്ഛൻ, മൂപ്പർക്ക് സുഖമില്ലാണ്ട് മൂപ്പർ ഹോസ്പിറ്റലിൽ കിടക്കാണ്. പനി, ഭയങ്കര പനി. മൂപ്പർ ICUലേനി. ഒരക്ഷരം മിണ്ടാൻ പറ്റാണ്ട് കിടക്കാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താപ്പോഴത്തെ അവസ്ഥ, എന്താപ്പോഴത്തെ കണ്ടീഷൻ എന്താ വെച്ച്. മൂപ്പർ പറഞ്ഞു, ഒന്ന് ചുമച്ചുണ്ട് പറഞ്ഞു. സന്തോഷാവുമല്ലോ, അനങ്ങാൻ പറ്റാണ്ട് കിടക്കുന്ന ഒരാൾ ചുമച്ച് പറഞ്ഞാൽ സന്തോഷാവില്ലേ. ഞാൻ നേരെ അപ്പം തന്നെ ഭാര്യനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചച്ഛൻ ചുമച്ച് എന്ന് പറഞ്ഞു.
അപ്പൊ ഭാര്യക്ക് കേൾക്കില്ല. ഇവള് പിന്നെ ചോദിച്ചു എന്തെന്ന്, കൊച്ചച്ഛൻ ചുമച്ചെന്ന് പറഞ്ഞു. അപ്പോഴും ഇവക്ക് മനസ്സിലായില്ല സംഭവം എന്നാണ്. ഞാൻ എന്താക്കി, ഇന്റെ ഒരു ഐഡിയ പ്രകാരം ഞാനത് ചെയ്ത്, കൊച്ചച്ഛൻ ചുമച്ചേ, കൊച്ചച്ഛൻ ചുമച്ചേ. ഇത് പിന്നെ ഇവര് മ്യൂസിക് ആക്കി ചെയ്ത് അറിയാലോ, ആ പീതാമരണ്ടാണ് ചുമച്ചേ ചുമച്ചേ കൊച്ചച്ഛൻ ചുമച്ചേ ചുമ 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 ചുമ. അത് കൊള്ളാം, അത് കൊള്ളാം. ചുമ മാത്രല്ല ക്ഷയമായിരുന്നല്ലേ അതിന്റെ സംഭവം. അപ്പൊ ഈ സംഭവമാണ് സിനിമയിൽ വന്നത്. ഇത് സിനിമയിൽ വന്നേ. ഞാൻ മമ്മൂട്ടിയോട് നേരെ പോയി ചോദിച്ചു, ബന്ധാണല്ലോ ഞങ്ങള് വാടാ പോടാ ബന്ധാണ്. ഞാൻ വാടാ നിൽക്കി, മൂപ്പരനെ പോടാ, അങ്ങനത്തെ ഒരു ബന്ധം ഞങ്ങൾ തമ്മില്. അങ്ങനെ മൂപ്പരെന്താക്കി, ഇന്റെ പിന്നാലെ പല പ്രാവശ്യം വന്നിട്ട് പല വേഷത്തില്. ഞാൻ എന്താ പുതിയ എന്താ ഇറക്കണെന്ന് അറിയാൻ. ഒരു ദിവസം ഒരു ലാടവൈദ്യന്റെ വേഷത്തിലാന്നുകൊണ്ട് മൂപ്പരിന്റെ പിന്നാലെ ഇന്റെ പിന്നാലെ വന്ന് കണ്ട് ഇന്റെ പാപ്പന് സുഖല്ലേ കേട്ടോ. പാപ്പന് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് മമ്മൂക്ക എന്നോട് വന്നു കണ്ട്, പാപ്പനെന്താ അസുഖം, പാപ്പനെന്താ അസുഖം, ശബ്ദം കറക്റ്റാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മമ്മൂട്ടിയാണല്ലോ. ഞാൻ മുണ്ടില്ല, ഞാൻ മുണ്ടാതെ ഞാൻ പറഞ്ഞു പാപ്പന് പനിയാറ്. എന്ത് പാപ്പന് പനിയാണ്? അപ്പൊ മൂപ്പർ എന്നോട് എന്താണ് ഒന്നും കൂടെ എന്റെ അടുത്ത് എന്താ വരുമോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു പാപ്പന് പനി പനിന്ന് പറഞ്ഞു. മൂപ്പറിനോട് എന്താണ്, പാപ്പന് പനി പനി, പാപ്പന് പനി പനി, പാപ്പന് പനി പനി, പാപ്പ. വെറുതെ പാടിയതാണ്, വെറുതെ പാടിയതാണ്. ഇത് ഞാൻ പിന്നെ കാണുന്നത് കൗരവറില് പനി എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അല്ല ഉണ്ടല്ലോ, അതാ തേജേ. ഇത് ചെയ്ത എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പം തന്നെ മമ്മൂക്കാന്റെ ലൊക്കേഷനിലേക്ക് ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മൂപ്പരടുത്ത് നേരിട്ട് പോയി വർത്താനം പറയാലോ. ഞാനൊരു 7 അടി ബാക്കിൽ നിന്നിട്ട് പറഞ്ഞു ഇപ്പണി ചെയ്ത് ശരിയല്ലോ പറഞ്ഞു. മൂപ്പര കൂടെ ഏതൊക്കെയോ കുറെ ടീം അവിടെ ലൊക്കേഷനിലുള്ള കുറച്ച് ആൾക്കാർ വന്നു കണ്ട് ആരോ തല്ലുമ്പോ നമ്മൾ പേരൊന്നും ചോദിക്കില്ല. അങ്ങനെ ഇവര് അടിച്ചങ്ങോട്ട് സൈസായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞേ എന്റെ മോൻ കുട്ടം വരട്ടെ കാണിച്ചരാ. ഇത് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവര് പിന്നെ എന്നോട് എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ കുട്ടം വരട്ടെ കാണിക്ക, കുട്ടം വരട്ടെ കാണിക്ക. ഇതില് ഈ മൂപ്പര വാപ്പച്ചിക്ക് പങ്കുണ്ട്. ആണോ? ഹരിഹരനാറില് മറ്റേ പെട്ടിയായിട്ട് വരുന്നില്ലേ മൂപ്പര് വരുമ്പോ ഈ സ്ഥാനാണ്. ഈ സംഭവം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഈ ചേട്ടൻ കാണുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ സിനിമ ഇറ്റാവും, ഞാൻ ഇറ്റാവില്ല. അതിനോട് ഒരുത്തനും എന്നെ അറിയില്ല. ഞാൻ വെറുതെ റോട്ടിൽ ഇറങ്ങി നടക്കുക. ഞാൻ അങ്ങനെ നിർത്തുവോ? ഇതുണ്ടായ സംഭവം എന്താ അറിയോ? ഈ കുട്ടൻ വന്ന് ഇത് ചോദിക്കണല്ലോ, എന്റെ മോനാണോ തല്ലിയെന്നെ ചോദിക്കണല്ലോ. ഇവൻ വന്ന് ഇവൻ കരാട്ടി ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഞാനത് ആരോടും പറയില്ല, ഒരാളോട് ഞാൻ പറയില്ല. ഇവൻ എന്താക്കി വീട്ടിൽ വന്ന് ഒരു തോക്കെടുത്തും കാണിട്ട് ഒരു വരവാണ്. വീട്ടിൽ തോക്കുണ്ടായിരുന്നോ? വീട്ടിലുണ്ടേനി. ആ അതൊക്കെ കുട്ടികൾ കളിക്കണ അല്ല തോക്കുണ്ടേനി, തോക്കുണ്ടേനി. അങ്ങനെ ഇവനിതായിട്ട് കണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് 4 പൊട്ടിക്കല. ഞാൻ ഇത് കേട്ടപ്പോ എനിക്കൊരു ഐഡിയ തോന്നി. ഞാനിത് പൊട്ടി ഉടനെ തന്നെ ഞാൻ വിട്ടേ വെറുതെ പാടിയതാ. അതും പോയി, അതും മ്യൂസിക്കായി. ഇത് അത് 3-ാം മുറയിലുണ്ട്. എനിക്ക് പുള്ളി കൊറേ പറഞ്ഞ് നമ്മളെ സഹിച്ചു. ടേന്ന് വിട്ടേന്ന് പറഞ്ഞൊരു മ്യൂസിക് 3-ാം മുറയിലില്ല, ഞാൻ സമ്മതിക്കില്ല അത്. ഇപ്പൊ ആദ്യം മമ്മൂക്ക, പിന്നെ സിദ്ദിഖ, ഇപ്പൊ ലാലേട്ടൻ. എങ്ങനെയുണ്ട്?
പൊളിച്ചിട്ടോ ശരിക്കും. ഇത് ചോദിക്കാനും പറയാനൊന്നും ഒരാളില്ലേ? ഈ പാവത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല. പിന്നെ സുരേഷ് ഗോപിയാണ് ഇന്നൊന്ന് രക്ഷപ്പെടുത്താൻ വന്നത്. ആണോ? ആ സുരേഷ് ഗോപി ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മോനെ, പൊന്നാര മോനെ എന്നെ വിളിക്കരുത്, ഞാൻ എന്ത് ചെയ്താലും ഇവർ അടിച്ചു മാറ്റിക്കാളെ ഇറങ്ങി. അങ്ങനെ സംഭവം ഞാൻ ചെറുതായിട്ടൊക്കെ വെള്ളടി തുടങ്ങി കേട്ടോ. നമ്മള് കലാകാരന്മാര് തകർന്നാ പിന്നെ അടി തുടങ്ങും. ഞാൻ കുഴപ്പമില്ലാതെ അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടില് ഒരുത്തര കമ്പനിക്കാരനെ സാധനം വാങ്ങാൻ വേണ്ടി ബീവറേജിലേക്ക് വിട്ടിട്ട് ഞാൻ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി വരുന്നത്. എന്നോട് നിങ്ങൾ എന്തെങ്ങനെ വിഷമിച്ചുത്തിരിക്കണെന്ന് വെച്ച് ഞാൻ പറഞ്ഞ ഒന്നുമില്ല, എൻ്റെ ഒരു കമ്പനിക്കാരൻ ബീവറേജിലേക്ക് പോയിക്കണെന്ന്. അപ്പൊ മൂപ്പരനോട് നിങ്ങളൊന്ന് നിങ്ങളെ ശൈലിയിലൊന്ന് പറഞ്ഞു തരി, പുള്ളിക്ക് അടിച്ചു മാറ്റാൻ എന്താന്ന് എനിക്ക് അപ്പൊ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കണ്ടേ എത്ര അടി കിട്ടി നിങ്ങൾക്ക്? എത്ര അടി കിട്ടിയിട്ട് ഇയാളെ പഠിക്കുന്നില്ല ചങ്ങായി? അല്ല ഞാൻ മൂപ്പരോട് വെച്ച് ഞാൻ എന്താ പറയണ്ടത്, നിങ്ങളൊരു രീതിയിൽ നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങൾ തലേ കൂടെ ഒരു 4 പാള വെള്ളം മറന്നിട്ട് വരീന്നൊക്കെ. അങ്ങനെ ഞാൻ എന്താക്കി, ഞാനൊരു സംഭവം കൊണ്ട് പറഞ്ഞു കൊടുത്തു. ബിവറേജിൻ ക്യൂവിലവൻ നിന്നപ്പോൾ ഞാൻ വിളിച്ചു, സുനി വിളിച്ചു, പൈൻ്റ് എടുത്തോ അതൊരെടുത്തോ. ഇത് ഞാൻ വെറുതെ പറഞ്ഞാണോ, വെറുതെ പറഞ്ഞാണ്. അത് പിന്നെ ഏത് സിനിമ? കമ്മീഷണറില് ഞാൻ വിളിച്ചു, സുനി വിളിച്ചു, പൈൻ്റ് എടുത്തോ റമ്മെടുത്തോ. അതോടെ നിർത്തി കഴിഞ്ഞല്ലോ അല്ലേ? പുതിയ സിനിമയിലും ചതിച്ചാഞ്ഞല്ലോ. പുതിയ സിനിമയിലോ? പുതിയ സിനിമ ചെയ്തിട്ടുണ്ടോ? പുതിയ സിനിമ അവിടെ വിടൂല. ഞാനിത് മൊബൈലിലാണ് ഞാനിത് തന്നെ അറിയണത്. ബിമലിന്റെ കമ്പനിയാണല്ലോ. ആണോ? ഭയങ്കര സുഹൃത്താ ഞങ്ങള് തമ്മില്. ഞങ്ങൾ ഭയങ്കര ബന്ധാച്ചാല് ഇവൻ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് എന്റെ പടത്തിലേക്ക് ഒരു നായികനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താക്കി, എന്റെ ലിസ്റ്റിലുള്ള കുറച്ച് പേര് ഞാൻ വെറുതെ പറഞ്ഞതാ, ഒരു കാര്യമില്ല വെറുതെ ഞാൻ പറഞ്ഞതാ. ഇത് ഇവൻ അങ്ങോട്ട് പിന്നെ മ്യൂസിക് ആക്കിയിട്ടാണ് ഞാൻ അറിയുന്നത്. അതേതായിരുന്നു പേര്? ഞാൻ പറഞ്ഞ പേര് ഇതൊക്കെയാണ്: രാധ, രാജി, സുമലത, സരിത, സനിത, സുധ. രാധ, രാജി, സുമലത, സനിത, സവിത, സുധ, മറിയ, രജനി, വനജാക്ഷി. ഇങ്ങനെ വെറുതെ പറഞ്ഞ സാധനം പിന്നെ അത് മ്യൂസിക് ആയിട്ടാണ് ഞാൻ അറിയണത്. സുമലത, സരിത, സനിത, സിനിമാക്കാര് കാരണം ജീവിതം ഇല്ലാണ്ടായ ഒരാളാണ് ഞാൻ. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. ഇവരൊക്കെ തിരക്കുള്ള ആളുകളാണ്. നിങ്ങളെ തിരക്ക് എനിക്കറിയണ്ട, നിങ്ങൾ സിനിമാക്കാരാണ് എന്റെ ജീവിതം ഇല്ലാണ്ടാക്കി. ചേട്ടാ അലമ്പ് ഒപ്പിക്കല്ല, കൊറേ നേരം കേട്ടു നമ്മള്. ഇനി വിട്ടോളൂ, ഇനി വിട്ടോളൂ. അല്ല നിങ്ങൾ സിനിമാക്കാര് കാരണം ജീവിതം ഇല്ലാണ്ടായിട്ട് നിങ്ങൾ ഇറങ്ങി പോകാൻ പറയുമ്പോ ഞാൻ ഇവിടുന്ന് പോവാ, അത് നടക്കൂല. ഇനി ഞാൻ ഒന്നങ്ങോട്ട് തന്നാലോ? താങ്ങൂല മോനെ. ആര്? ഞാൻ മിണ്ടാ പേടിയാ. കാരണം സിനിമാക്കാര് കാരണം ഇല്ലാണ്ടായ ജീവിതം. ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. സിനിമാക്കാര് കാരണം. മതി. ഞാൻ കരയില്ല, ഞാൻ കരഞ്ഞിട്ട് വേണം ദേവാസുരത്തിൽ കൊണ്ടുപോയിടാൻ. പോവാണ് എവിടെയെങ്കിലും ഒരു ഊമ മരിച്ചെന്ന് കേട്ടാൽ ഞാനായിരിക്കും. ഉണ്ടാ സമ്മതിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഫണ്ണാകാം അല്ലേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ആ കാർഡ് കാണുന്നുണ്ടോ? ആ കാർഡിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പഴഞ്ചൊല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങളത് വരച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരാൾ എടുക്കുകയും മറ്റേയാളെ വരച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മറ്റേ പറയണം. അതെ, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, അക്ഷരങ്ങൾ എഴുതാൻ പാടില്ല. അപ്പൊ ആദ്യം ഇഷാദിക്ക് എടുക്കുന്നു, ഷാഹിൻ വരക്കുന്നു.
ഐശ്വര്യായിട്ടാ പറഞ്ഞു. അതെ. പക്ഷെ അതൊക്കെ കാർഡ് എടുക്കണം, എന്റെ ഇപ്പുറത്തേക്ക് വരണം. ഓക്കെ, കാണരുത്, എല്ലാരും കാണിച്ചോളൂ. അടിപൊളി, അത് അടിപൊളി. എന്നെ കൂടെ കാണിക്കണേ. ഓക്കെ, നടുക്കൊരു വര വര വര. 2 countries divide ചെയ്തു. I know. Division. ABCD. Graph. What's that? Singing boat. വള്ളം വള്ളം വള്ളം. ബനാന വഞ്ചി. ബനാന ബനാനയുടെ വേറെ. പഴം. പഴല്ലേ? അത്രയും പറ്റി. ഞാനൊന്നും കഴിക്കാത്തതാണ്, എനിക്ക് കണ്ടാൽ അപ്പോൾ മനസ്സിലാവും. Moon. Half moon. ചട്ടി. തെറ്റിക്കാൻ Yeah, വേണ്ടിട്ട് looks like a ഇത്ര ചട്ടിയത്. No, this is like diya. Deep. ട്രോഫി ട്രോഫി. Padam deep. ഓ, Fire. വേൾഡ് കപ്പ്. ഏയ്, മറ്റേ ശാസ്ത്രം വേണ്ടത് കേട്ടോ. Sorry. പഴംപൊരിയാണോ? Well done. ഇനി Super, super. ഇനി അടുത്തത്. എനിക്ക് നോയമ്പായ കാരണം ഈ പഴംപൊരിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് മനസ്സിലാവും. അതെ. ഇനി അടുത്തായിട്ട് സാഷ കാർഡ് എടുക്കുന്നു, സർ വരക്കുന്നു. ഓക്കെ, അപ്പൊ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്തേ. Yes, with the right ആ, hand. കാണാൻ പാടില്ല, ആൾക്കാരെ കാണിച്ചു. അങ്ങോട്ടൊക്കെ. നോക്കട്ടെ. സാഷ അത് കാണിക്കണം, എന്തെങ്കിലും പിടിച്ചോണ്ട്. Huh? What is that? Okay. That looks like a കുരുവി കുരുവി. കൂട്. ചുണ്ടലി ചുണ്ടലി. ഇത് പീകോക്ക് പോലെ ഉണ്ടല്ലോ. peacock. ആ, എന്താ Chicken. 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 ഓക്കെ. Chicken മുട്ട. കോഴി മുട്ട. തണ്ണിമത്തൻ തണ്ണിമത്തൻ തണ്ണിമത്തൻ. തണ്ണിമത്തൻ. No. മുട്ടയല്ല അത്. ഓക്കെ. കോഴി seeds. മുട്ട. ഉഴുന്നോട. എന്ത് സാധനം അത്? പരിപ്പോടെ. കോഴി കഴിക്കുന്ന സാധനമാണോ? അതെ, മറ്റേ തവിടണ്ട. കോഴീസ് ഫുഡ്. അത് തന്നെ. It can be. ആലോചിക്കാൻ. മലയാളം വാക്കല്ലേ ടോട്ടൽ. ഭയങ്കര Combination of Korean. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. Is it like so eatable? അല്ല. ഭക്ഷണം കഴിക്കണ കോഴി കഴിക്കും. കോഴി എന്താ കഴിക്കണ? ഇതുണ്ടോ? Oh, that's human. ഓക്കെ. മത്സ്യം. ഓംലെറ്റ് ഫ്രൈ. അല്ല, മലയാളത്തിലാ പറയണ്ട. ഓംലെറ്റ് ഫ്രൈ. അടിപൊളിയാണത്. അത് ഏത് ചിക്കൻ ചിക്കൻ കറി. നോ. എഗ് കറി. മുട്ടക്കറി. അല്ല. ചിക്കൻ ആൻഡ് എഗ് കറി. ചിക്കനും എഗ്ഗും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത കറി. അല്ല, ചിക്കൻ എഗ് കറി എന്ന് പറയും. So it's a curry that human eats. അത് ചിക്കൻ ഇത് ചിക്കൻ. ചിക്കന്റെ ഒരു ഐറ്റം ആണത്. ഓ, വെറൈറ്റി ഓഫ് ചിക്കൻ. അനദർ ചിക്കൻ. അത് ബേർഡ് ആണ്. അതർ ബേർഡ്. ചിക്കൻ തന്നെ. ചിക്കൻ 69. അയ്യോ. യാ, തന്തൂരി ചിക്കൻ. മറ്റൊരു ചിക്കൻ. ചിക്കൻ പെപ്പർ ഫ്രൈ. ഓ മൈ ഗോഡ്. ബിരിയാണി. So you should have made rice, no? എനിക്ക് തോന്നുന്നു ഇത്ര നന്നായിട്ട് ആൻസർ ചെയ്തതിന് സാഷിക്ക് ഒരു അവാർഡ് കൊടുക്കും. I really worked hard for it. ടെൻഷൻ അടിച്ചേ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതായി പോയി. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണം. ഏതെങ്കിലും ഒരു മുറി കേട്ടിട്ട് സാക്ഷിയായിട്ട് പൂട്ടണേ. ഇനി വരരുത്, ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവരുത്. ഈ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ? പറയാൻ ഇത്ര നേരം എടുത്ത ആളെ കൊണ്ട് നമ്മൾ വരിപ്പിക്കാൻ പോവാണ് അല്ലേ? അപ്പോ ഷാഹിൻ എടുത്തോട്ടെ. പാവത്തിന് ഈ പണി കൊടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഈസിയാണ്, വളരെ എളുപ്പമാണ്, വളരെ ഈസി. Okay. ഓക്കെ ആള് ഒരുപാട് കണ്ണുള്ളതാ. നോക്കൂ കുത്തി.
എന്താ അതേ മോനു അയാൾ ചത്തു. ഡെഡ് മാൻ. വീണു വീണു ചെരിഞ്ഞു ആള് കിടന്നു ആക്ഷൻ കാണിക്കല്ലേ, ആക്ഷൻ കാണിക്കാൻ പാടില്ല. ആക്ഷൻ കാണിക്കാം. വരച്ച് കാണിക്കാം. മരം ഓക്കേ, ആള് മരത്തിൽ കയറി. മരത്തിന് ചാടി. റിഫ്ലക്ഷൻ ഒരാളെ കൊന്നു നിഴൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വെൽ ഡൺ ആ എന്താ പറയാ, അത് പരിഹരിച്ചിട്ടോ. ഈ പ്രാവശ്യം ഷാഹിൻ എടുക്കുന്നു, ഇക്ക വരക്കുന്നു അല്ലേ? അതെ. ഓക്കേ. ഈ കാർഡിനകത്തുള്ളത് കറക്റ്റ് ആയിട്ട് പറയണം, സ്പെസിഫിക് ആയിട്ട്. അതെ അതെ. എന്ത് സാധനം അത്? അതൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് ചായ കുടിച്ചിട്ട് വന്നാൽ മതിയോ? സമയം ഒരുപാട് എടുക്കും. പൂവ് ചെടി പൂവ് ഷാഹിൻ, നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരിക്കും? പൂവൻ പഴം ഓക്കെ, ഒരു മതിലുണ്ട് കേട്ടോ അതിന്റെ അടുത്ത്. ഓക്കെ, അവിടെ വേറൊരു മരമുണ്ട്. ഇതെന്തത്? കൈയാണോ? ഇപ്പൊ എന്തോ പുതിയ ഐഡിയ വന്നാൽ അത് ഇപ്പൊ ശരിയാക്കി തരാം. എനിക്ക് തോന്നണേ ഇത്ര വരക്കാൻ അറിഞ്ഞൂടെങ്കിലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല അല്ലേ? നല്ല അഹങ്കാരമുണ്ട്. ഓക്കേ, ഫ്ലൈയിങ് പാൻ. ഇതെന്താ ഇത്? അരിവാൾ ചുറ്റിക നക്ഷത്രം ഇത് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോട്ടീസ് എഴുതി, LDF നോട്ടീസ് വരച്ച് മൂന്ന് പേര് എനിക്ക് അറിയില്ല. LDF ന്ന് മറിഞ്ഞു. അരിവാൾ ചുറ്റിക അല്ലല്ല, അദ്ദേഹത്തിന്റെ ഐഡിയ കൊള്ളാം. ആ ഐഡിയ മാത്രം കൊള്ളാം, വര പോരാ. വര ഇനിയും മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. അത് രണ്ട് വാക്കുകളുണ്ട്, രണ്ട് വാക്കുകളുണ്ട്. പൂങ്കാവ് ഇത് ഒരു ഒരു ഞാൻ പറയാം, ഒരു ലവ് ചിഹ്നം വരക്കും. I was about to say the same. ലവിനെ കുറിച്ചൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടോ. ലവ് ചിഹ്നം. ഇനിയും ഒരു ക്ലൂ കൊടുക്കുക. ഇതിന്റെ കളർ എന്താണ്? ചുവപ്പ് ഒന്ന്. ഓക്കെ, ഒരു ഭയങ്കര ക്ലൂ കൊടുത്തു കേട്ടോ. ഇനി രണ്ടാമത്തെ വരച്ചുണ്ടാക്കിക്കൊള്ളാം ഉള്ള കാര്യം ഞാൻ പറയാം. ചുവന്ന പൂ ചെമ്പരത്തി ചെമ്പരത്തി ചെവിയിൽ വെക്കണം. എനിക്ക് മാറിയോടെ വെക്കേണ്ടി വരും. ഇത് ഫ്രൈയിങ് പാൻ. എന്തത്? ഓക്കേ, പുഴു കുത്തിയ ഇല. ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത്? Almost കിട്ടി ഇദ്ദേഹത്തിന്. ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത്? നേരത്തെ എല്ലാം അല്ല അവള് രണ്ടുപേരും കാര്യം അല്ല, ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ ചേട്ടനിൽ നിന്ന് ആയുധം കൈമാറിയിരിക്കുന്നു. അതെ. വരയ്ക്ക് വരയ്ക്ക് വരയ്ക്ക്. ഓക്കെ മാടം 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 ചുവ മാടം മാടം. അല്ല, വരച്ച് വരച്ച്. എല്ലാം കിട്ടും. ഓക്കേ, ചുവപ്പ് റോസ ക്യാ ബാത് ഹൈ, ക്യാ ബാത് ഹൈ, ക്യാ ബാത് ഹൈ. Very good, very good, very good, very good. ബുദ്ധിയുള്ള പിള്ളേരുണ്ടല്ലേ? സാഷ നിസ്സാരകാരിയല്ലെന്ന് സാഷ തെളിയിച്ചു കഴിഞ്ഞു. വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അവസാനത്തെ അവസരം നമ്മൾ സാഷക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇക്ക എടുക്കുന്നു, സാഷ വരക്കുന്നു. കാണാൻ പാടില്ല. അടിപൊളി. ചെവിട്ടി പറഞ്ഞു കൊടുക്കും. ഓക്കേ, ഇതെന്താണിത്? ബോർഡാ? 10, 100, 1000 ഇത് എത്രയാ മോനെ? എനിക്കറിയില്ല, കണക്കറിയാ. എഞ്ചുവടി സ്ലേറ്റോ? Guessing it? Sounded like a നോ രൂപയല്ലേ? അത് നോക്കണം. Just guess this. ഇങ്ങനെ എഴുതുക. ഒറ്റ 10, 100, 1000 1 lakh. അത്രയും അത് പറഞ്ഞു. 1,00,000 രൂപ. ഹലോ, അടുത്ത ക്ലൂ വരക്കൂ. അടുത്ത ക്ലൂ വരക്കൂ. ഓ കിട്ടി. അതല്ലേ ഇപ്പൊ വരച്ചത്. ഓക്കേ, ബസ്സാ? ബസ്. ഓട്ടോറിക്ഷ. ഫോൺ. ഡ്രൈവറാ? ഡ്രൈവർ യാത്ര. അതെന്തത്? ഓക്കെ ബുദ്ധിയുണ്ട് അല്ലേ?
ബ്രേക്ക്. അത് തന്നെ ഇക്കേണ്ട തെളിയിച്ചു അല്ലേ, പുള്ളി തെളിയിച്ചു. ഡ്രൈവർ കേടായി 1 ലക്ഷം രൂപ ചെലവായി. ഡ്രൈവർ അതാണ് കറക്റ്റ്. യാത്രക്കാരാ, കണ്ടക്ടറാ, കണ്ടക്ടർ ബസിന്റെ സൈഡിൽ ഇരിക്കുന്നു. പുള്ളി ബസ്സിൽ പോകാറുണ്ട്. ബന്ധപ്പെട്ട് എന്തോ ഒരു പടം എടുക്കാൻ പോകും. ഏറ്റവും ബാക്കിൽ ബാഗ് വേറെ ടിക്കറ്റ് ബസ് ടിക്കറ്റാ. കറക്റ്റ് 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് ബസ്സിന്. 1 ലക്ഷം രൂപ ബസ് കേടായപ്പോ ചെലവായി. ഓക്കെ, 2 ലക്ഷം രൂപയാണ്. ഒന്നല്ല 2 ലക്ഷം രൂപയാണ് ചെലവായി. ഇത്രയും വരും അപ്പൊ. അത് ഇത്രയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വായിച്ചവർക്ക് മനസ്സിലാവായിക്കൊന്നും. 1 ലക്ഷം രൂപ ബസ് മറിച്ചപ്പോ ചോദിച്ച് 2 ലക്ഷം രൂപ കൊടുത്തു. പാമ്പോ? സ്ഥലം. ഓക്കെ, നിധിയാ, നിധി. നിധിയാ. പൈസ ATM ന്ന് എടുക്കും. ബുദ്ധിയുള്ള കുട്ടി എന്തായാലും. സോറി കേട്ടോ. 1 ലക്ഷം രൂപ വെച്ചപ്പോ 2 ലക്ഷം രൂപ കൊടുത്തു. ആ പൈസ ATM ന്ന് എടുത്തോളാം. അല്ല, 2 കോടി കൊടുത്തു അവസാനം. 1 ലക്ഷം രൂപ വെച്ച് 2 ലക്ഷം കൊടുത്ത് ബാക്കി 1 ലക്ഷം രൂപ പുള്ളി തിരിച്ച് വായിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം. ഇവിടെ വെച്ചാ മതി. ലോട്ടറി ടിക്കറ്റ്. കള്ളത്തരത്തിലൂടെയാണ് കണ്ടുപിടിച്ചു അല്ലേ? ഇങ്ങനെ നോക്കി 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 നല്ല പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിയുണ്ട്, പക്ഷെ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ആദ്യം പിടികിട്ടിയുണ്ടേ, എല്ലാവർക്കും മനസ്സിലായി. ഗെയിം വളരെ നന്നായിരുന്നു. ആണോ? വരക്കാൻ അറിയുന്ന ആളുകളെയും ബുദ്ധിയുള്ള ആളുകളെയും ബുദ്ധിയില്ലാത്ത ആളുകളെയും എല്ലാവരെയും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്കൊന്നും എല്ലാ ആളുകളും കസബ പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്ന ഇവർക്ക് ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായ ഒരു പോലീസ് വേഷമാണ്. രഞ്ജി പണിക്കർ സർ ചെയ്ത രൗദ്രത്തിലെ ഒരു സത്യസന്ധമായ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അല്പം മാറിയിട്ട് കുറേ കാലം മുമ്പ് മമ്മൂക്ക ചെയ്ത നാവനാഴി പോലെ സിനിമയിലെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അല്ലെങ്കിൽ അല്പം ഇമ്മോറലായ ഒരു പോലീസ് ഓഫീസറിനെ രസകരമായിട്ട് പ്രസന്റ് ചെയ്ത സിനിമയാണ് കസബ. സാഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? Please, everybody must go because this cinema is for you guys. So please must watch it and all blessings there. Thank you so much. ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ മമ്മൂക്കയുടെ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടായേക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയല്ല, ഇതെല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടം, കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും നല്ല സിനിമകളിലൊന്നായി മാറാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്